യാഥാർത്ഥ്യബോധമില്ലാത്ത പല കാര്യങ്ങളും ഈ ബജറ്റിലുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു യാഥാർത്ഥ്യബോധം, ദിശാബോധമെന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആശാവഹമാണ് നമ്മൾ പറയുമ്പോൾ അതിൽ യാഥാർത്ഥ്യം എവിടെ നിൽക്കുന്നു? റിയൽ ആൻഡ് അൺറിയൽ. ഇതിൽ റിയാലിറ്റി ചെക്ക് നമ്മൾ നടത്തി നോക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എവിടെയാണ് ഇതെങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്? ഈ 3 ലക്ഷം കോടി എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. കേട്ടാൽ മാത്രം പോരല്ലോ, ആ കോടി ഇങ്ങ് വരികയും വേണം. അത് വരുന്നതിനായിട്ടുള്ള എന്താണ് ഒരു പ്രോജക്റ്റ് ഔട്ട്ലൈൻ വേണം, ഒരു ബ്ലൂ പ്രിന്റ് വേണം. ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിൽ ഇത്രയും പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ബ്ലൂ പ്രിന്റ് ഈ ബജറ്റിലില്ല. കുറേ ആഗ്രഹങ്ങളാണ്, ആശകളാണ്. ആശ മാത്രം കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പ്രഖ്യാപനങ്ങൾ, അത് ജനത്തിന് നിരാശ, ആ രീതിയിലേക്ക് പോകും. ക്ഷേമ പെൻഷന്റെ കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. മാത്രമല്ല, നേരത്തെയുള്ള കുടിശ്ശിക അത് കൊടുത്തു തീർക്കുന്നതിനായുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കും എന്നത് മാത്രമാണ് ബജറ്റിൽ പറയുന്നത്. സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ എതിരാക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷമൊക്കെ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോവുകയാണ്. പക്ഷേ സാധാരണക്കാരെ അടുപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതേ ധനമന്ത്രിക്ക് അറിയാമല്ലോ. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ എവിടെ പോയി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സപ്ലൈകോയുടെ കാര്യത്തിൽ ഈ മുന്നണിയിൽ തന്നെ ഭിന്നസ്വരം ഉയർന്നില്ലേ? മന്ത്രി GR അനിൽ നിയമസഭയിൽ ഈ മന്ത്രിക്ക് കൈ കൊടുക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യമുണ്ട് എന്നത് വാർത്ത വരുന്നു. GR അനിലിന്റെ അതൃപ്തി അത് ധനമന്ത്രിക്ക് പരാതിയായി പോവുകയാണ്. അപ്പോൾ സപ്ലൈകോയ്ക്ക് കിട്ടേണ്ട തുക, സബ്സിഡിയായി കിട്ടേണ്ട 1094.55 കോടി രൂപ, അതേക്കുറിച്ച് പോലും മിണ്ടുന്നില്ല ഈ ബജറ്റ്. അപ്പോൾ അവഗണനയുണ്ട് എന്ന് മന്ത്രി തന്നെ പറയുന്നു. മാത്രമല്ല, റവന്യൂ, ഭക്ഷ്യം, കൃഷി, മൃഗസംരക്ഷണം, CPI മന്ത്രിമാരുടെ വകുപ്പുകളോടെല്ലാം ആ ഹെഡറുകളിലെല്ലാം വലിയ അവഗണനയാണ്. നാമമാത്രമായ തുക അനുവദിച്ചിട്ടുണ്ട്, പാടെ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നില്ല. മൃഗസംരക്ഷണവും കൃഷിയും ഒക്കെ പല ഹെഡറുകളിലും കാണുന്നുണ്ട്. പക്ഷേ മന്ത്രിമാർക്ക് തന്നെ അതൃപ്തിയുണ്ട്. തങ്ങൾ ആവശ്യപ്പെട്ട പല കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടില്ല, വകുപ്പുകൾക്ക് അനുവദിച്ച വിഹിതം കുറഞ്ഞുവെന്ന് CPIയുടെ 4 മന്ത്രിമാർക്കും പരാതിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പങ്കാളിത്ത പെൻഷന് പകരം പുതിയ പെൻഷൻ പദ്ധതി, അതിനായി പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുകയാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക്, അതായത് മുൻപുണ്ടായിരുന്ന ഓൾഡ് സ്കീമിലേക്ക് തിരിച്ചു പോവുകയല്ല, പക്ഷേ പുതിയ സ്കീമിലേക്ക് വരാൻ പോകുന്നുവെന്ന സൂചന നൽകുന്നു. എന്നാൽ എന്തായിരിക്കും ആ പുതിയ സ്കീം എന്നുള്ളത് ഇനിയും പഠിക്കണം. അതായത് ഒരു പ്രതീക്ഷ നൽകുകയാണ്. ഈ നമ്മൾ പറയുമല്ലോ, സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു വ്യാപാരിയെ പോലെയാണ് ഇന്ന് ധനമന്ത്രി KN ബാലഗോപാൽ സഭയിൽ നിന്നത്. സ്വപ്നങ്ങൾ വിൽക്കുകയാണ്. 3 ലക്ഷം കോടി കൊണ്ടുവരുന്നു, പങ്കാളിത്ത പെൻഷന് പകരം പുതിയ സ്കീം കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ആളുകൾക്കുണ്ടായിരുന്ന അനിശ്ചിതത്വം, ജീവനക്കാർ വലിയ രീതിയിൽ ആവശ്യപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇത് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തുടർ പരിശോധനയ്ക്കായി ഒരു 3 അംഗ സമിതിയെ നിയോഗിക്കുന്നു എന്നൊരു പ്രഖ്യാപനമല്ലല്ലോ ഒരു ബജറ്റിൽ വേണ്ടത്. അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. ജീവനക്കാർക്ക് എന്താണ് ആവശ്യം? അവർക്ക് അവരുടെ തുകയ്ക്ക്, അവർ സമ്പാദിക്കുന്ന പണത്തിന് സുരക്ഷിതത്വം നൽകുന്ന ഒരു പദ്ധതിയാണ് അവർക്ക് ആവശ്യം. അതേക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഇന്നത്തെ ബജറ്റിൽ വേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ അപ്പോൾ പഠിക്കാതെയാണോ ഈ പങ്കാളിത്ത പെൻഷനിലേക്ക് പോയത് എന്ന ചോദ്യം, ആ ഒരു രാഷ്ട്രീയ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഇനിയും പഠിക്കാൻ പോകുന്നു. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും പദ്ധതികളായിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിലെ പുതിയ പദ്ധതികൾ കൂടി പഠിച്ചായിരിക്കും ഇനി മാറ്റം. അഷ്വേർഡ് സ്കീം ആയിരിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഈ DA കുറിച്ച് പറഞ്ഞല്ലോ, DAയിലെ ഒരു ഗഡു മാത്രമാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ആണ് കൊടുക്കുന്നത്. അതത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല, എടുത്തു പറയാൻ മാത്രം ആനക്കാര്യമൊന്നുമല്ല. അപ്പോൾ അതിലും എനിക്ക് നിരാശയാണ്. അടുത്തത്, നമ്മൾ ഈ സൂര്യോദയ സമ്പദ്ഘടന, അത് ഡോക്ടർ അരുൺ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് അത് ഉദിക്കാൻ പോകുന്നത്? സൂര്യൻ ഉദിക്കണം. സൂര്യനെ കുറിച്ച് പറയുന്നത് നല്ലതാണ്. കാരണം സൂര്യൻ എന്ന പേരിൽ ചില വാഴ്ത്തുപാട്ടുകൾ. സമ്പദ്ഘടന എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ കേരളത്തിന്റെ സമ്പദ്ഘടന ആ രീതിയിലായിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കാൻ പോകുന്നത്? 8 വർഷം മുൻപ് നമ്മൾ കണ്ട കേരളമല്ല എന്നൊക്കെ കാവ്യാലങ്കാരങ്ങളോടുകൂടി പറഞ്ഞു പോകാനൊക്കെ നല്ല രസമുണ്ട്, കേൾക്കാനും നല്ല സുഖമുണ്ട്. പക്ഷേ അതിവേഗം നവീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ ബജറ്റില്ല. മൂന്നാമത്തെ കാര്യം, പിന്നെ ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ടുള്ള ഐഡിയകൾ, അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ പറയുന്നു. വ്യത്യസ്തതയും വേഗതയും ഒക്കെ വേണം, അത് കേരളം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ലക്ഷം കോടിയുടെ നിക്ഷേപം എന്ന് പറയുന്ന ഐറ്റം 7, ഈ ബജറ്റിലെ ഐറ്റം 7 ആയി ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ കാര്യം എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് ധനമന്ത്രി തുടർന്ന് നടത്തിയ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പല ചാനലുകളിലായി അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരിടത്തും വിശദീകരണം തരും. ശരി, ഉണ്ണി ബാലകൃഷ്ണൻ സാറ് ശരിക്കും അദ്ദേഹത്തിന് കുറച്ചുകൂടി സാമ്പത്തിക കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടല്ല ബാലഗോപാൽ പറഞ്ഞത്. അല്ല, ഒരു സെക്കൻഡ്, ഞാൻ പൂർത്തിയാക്കിക്കൂടെ? 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം കോടിയുടെ നിക്ഷേപം എന്താണ് എന്നുള്ളത് അത് ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം. മറ്റൊന്ന്, പുതുതലമുറ നിക്ഷേപ മാതൃക, അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകാൻ പോവുക എന്ന് പറയുന്നു. അപ്പോൾ പുതുതലമുറ നിക്ഷേപ മാതൃക നല്ലതാണ്, പലയിടങ്ങളിലും പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. അതിൽ വിനോദസഞ്ചാരമായാലും IT ആയാലും IT അധിഷ്ഠിത സേവനങ്ങളായാലും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ആയാലും അതിലൊക്കെ കേരളം ഒരു പുതിയ മോഡൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഗുഡ് മോഡൽസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അത് നടപ്പാക്കണം. അത് എങ്ങനെയാണ് നടപ്പാക്കുക എന്നതാണ് പറയേണ്ടത്. പിന്നെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി വരണമല്ലോ. ഈ സാമ്പത്തിക അല്ല, ഞാനൊന്ന് ആദ്യ റൗണ്ട് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ ദീർഘമായി സംസാരിച്ചത് നമ്മുടെ ബഡ്ജറ്റ് തെറ്റും.
ഈ രണ്ടാം അല്ല ഘട്ടത്തിലല്ല. ഇതൊന്ന് പൂർത്തിയാക്കട്ടെ ശരി, പൂർത്തിയാക്കട്ടെ ശരി, ശരി. ഞാൻ പെട്ടെന്ന് പൂർത്തിയാക്കാം. അതായത് ഒറ്റ കാര്യം കൂടിയേ ഉള്ളൂ പറയാൻ. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് പ്രഖ്യാപനങ്ങളായി അവശേഷിക്കുന്നു എന്ന് പറയുന്ന ആ ചീത്തപ്പേര് മാറ്റാൻ ഇക്കുറിയെങ്കിലും ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് കഴിയണം. അതിന് സാമ്പത്തിക സ്ഥിതി ഒപ്പം മൂലധന ചെലവ് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്ന തരത്തിലുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പദ്ധതികളാണ് നടപ്പാക്കി അദ്ദേഹം കാണിക്കേണ്ടത്. പിന്നെ ഈ ടൂറിസം, വിദ്യാഭ്യാസം, വ്യവസായം, പരിചരണം, ആരോഗ്യം, കായികം ഇത്രയും മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതും സ്വകാര്യ നിക്ഷേപം വരുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ നയം മാറുമ്പോഴേക്കും അത് കൃത്യമായി നന്നായി നടപ്പാക്കിയ ഇടങ്ങളുണ്ട്. അതുപോലെ നടപ്പാക്കാനുള്ള ആർജവും കൂടി കാണിക്കണം. കാരണം നേരത്തെ ആട്ടിയകറ്റിയതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു മോഡൽ ഉണ്ടല്ലോ. അപ്പോൾ ആ കെ മോഡൽ ഇതിലും ഉണ്ടാകും എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് മാത്രമാണ് ഇതിൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ 10 രൂപ മാത്രം കൂട്ടി റബ്ബർ കർഷകരെ അപമാനിച്ചത് കൂടി പറയട്ടെ. അങ്ങനെ അപമാനിക്കേണ്ടിയായിരുന്നു. ആ 10 രൂപ വേണ്ടെന്നേ. 170 180 അല്ല 250 ആക്കുമെന്ന് പറഞ്ഞാൽ 10 രൂപ കൂട്ടി അപമാനിക്കേണ്ട ആവശ്യമില്ല. 10 രൂപ കിട്ടിയ ആശ്വാസം പ്രകടിപ്പിച്ച റബ്ബർ കർഷകരുണ്ട്. അത് കുഴപ്പമില്ല. ഞാനും ഒരു റബ്ബർ കർഷകന്റെ മകളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 10 രൂപ വേണ്ടെന്നേ. 250 ആക്കാൻ പറ്റുമെങ്കിൽ ആക്കട്ടെ. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടെന്ന് പറയും. നമുക്ക് അതിലേക്ക് വരാം. പറയട്ടെ. അതിലേക്ക് വരാം. പറയട്ടെ. Meet the editors.